ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തെ സ്വാധീനിച്ച പല ഇൻസിഡൻസുകളും നമ്മൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ പോലെയുള്ള വിപ്ലവങ്ങളൊക്കെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റം അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഊർജം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ പല ആവർത്തി കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗ്ലോറിയസ് റവല്യൂഷനൊക്കെ ഇംഗ്ലണ്ടിൽ വരുത്തിയ ഒരു മാറ്റം എന്ന് പറയുന്നു. പ്രധാനമായിട്ടും ഉള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് മൊണാർക്കി എന്ന് പറയുന്നത് ലിമിറ്റഡ് വേർഷനിലേക്ക് ആദ്യമായിട്ട് കടന്നു എന്നുള്ളതാണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാം, അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ നല്ലതിന് വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജഭരണം സ്വേച്ഛാധിപത്യമായി മാറിയാൽ അവിടെ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അരാജകത്വമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അവസരം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഇനി ഇംഗ്ലണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലോറിയസ് റവല്യൂഷൻ നടക്കുന്നതും ലിമിറ്റഡ് മൊണാർക്കി ആക്കുന്നതും. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ മാത്രം സ്വാർത്ഥ താല്പര്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊട്ടസ്റ്റന്റ് സക്സഷൻ അവരേർപ്പെടുത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ ഒരു മുഖച്ഛായയിൽ നിന്നും മാറിക്കൊണ്ട് അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ലിറ്ററേച്ചറാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ലിറ്ററേച്ചർ സ്റ്റുഡൻസാണ്, BA ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിക്ക് എന്താണ് ലിറ്ററേച്ചറുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളത് നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പോവുകയാണ്. ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്റ്റോറിയോഗ്രാഫി, അതായത് ചരിത്രരേഖകൾ. ഈ ചരിത്രം രചിക്കുന്നതിനെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഉപവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിനെ പറ്റി പറയുക എന്ന് പറയുന്നത് ഹിസ്റ്ററിയെ പറ്റി പറയുന്നതിന് തുല്യമാണ്. പലപ്പോഴും പല പ്രധാന വ്യക്തികളുടെയും, പ്രത്യേകിച്ച് ഷേക്സ്പിയർ പോലെ, വേർഡ്സ്വർത്തിനെ പോലെ, ഷെല്ലിയെ പോലെയുള്ള ലിറ്റററി വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ഇമ്പാക്റ്റാണ് ഹിസ്റ്ററിയിൽ പ്രതിഫലിക്കുന്നത്. അവരുടെ സാഹിത്യ രൂപങ്ങളുടെ അല്ലെങ്കിൽ ആ സാഹിത്യ രൂപങ്ങളിലൂടെ അവർ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അവിടെ നിലനിന്നിരുന്ന നിയമ സംവിധാനങ്ങളെക്കുറിച്ച്, ചില പ്രധാനപ്പെട്ട ഭരണകർത്താക്കളെക്കുറിച്ച്. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ സാഹിത്യത്തിലൂടെ പകർന്നു തരാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ലിറ്ററേച്ചറിൽ വരുന്ന ഓരോ മാറ്റങ്ങളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയ ഓരോ കാലഘട്ടങ്ങൾ, ക്ലാസിക്കൽ പീരീഡ്, നിയോ ക്ലാസിക്കൽ പീരീഡ്, മോഡേൺ പീരീഡ്, ഓൾഡ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ റൊമാൻറ്റിക് പോയട്രി, ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളാണ്. ആ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ ഭരണാധികാരികളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കിങ് ആൽഫ്രഡിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. കിങ് ആൽഫ്രഡ് വളരെ മികച്ച ഒരു എഡ്യൂക്കേറ്ററായിരുന്നു, അഡ്മിനിസ്ട്രേറ്ററായിരുന്നു, വാരിയറായിരുന്നു, എല്ലാ മേഖലകളും കഴിവുള്ള വ്യക്തിയായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ ഡേ ടു ഡേ ലൈഫിൻ്റെ ക്രോണിക്കിൾ തയ്യാറാക്കിയ വ്യക്തിയാണ് കിങ് ആൽഫ്രഡ്. വർഷങ്ങൾ 600കളിലാണ് കേട്ടോ പറയുന്നത്, 2000-ലൊന്നല്ല പറയുന്നത്, 600കളിൽ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തെ ചരിത്രരേഖയാക്കി മാറ്റാൻ ശ്രമിച്ച വ്യക്തിയാണ് കിങ് ആൽഫ്രഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രവുമായിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ ബന്ധമെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ആ ലിറ്ററേച്ചറിൽ വന്ന പ്രധാനപ്പെട്ടൊരു മാറ്റം എന്താണ് എന്നുള്ളതാണ്.
പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിലനിൽക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മറ്റൊരു സമ്പ്രദായത്തിലേക്കുള്ള മാറ്റം. ക്ലാസിക്കൽ വർക്കുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയിട്ടുള്ള ക്ലാസിക്കൽ വർക്കുകൾ. ഈ ക്ലാസിക്കൽ വർക്കുകൾക്കൊരു ശൈലിയുണ്ട്, അല്ലെങ്കിൽ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സമൂഹത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല കൃതികൾ രചിക്കുന്നത്. അവർക്ക് നിർബന്ധപൂർവം എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചില ഇപ്പം ഈ പറയുന്ന ഹീറോയിക് കപ്ലറ്റ് എന്ന് പറയും. കപ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാസം ഒപ്പിച്ചുകൊണ്ടൊക്കെ നമ്മൾ പാട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. അതിനെയാണ് കപ്ലറ്റ് എന്ന് പറയുന്നത്. രണ്ട് ഇതുള്ള പ്രാസമുള്ള റൈമ് വരുന്ന രീതിയിൽ എഴുതുന്നതിനെയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രകൃതി ഇതിലൊരു വിഷയമേ അല്ല. നേച്ചർ, ഇമാജിനേഷൻ അനുവദിക്കില്ല. അപ്പോൾ അവർക്കൊരു സിസ്റ്റവും അവരൊരു രീതിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. ഇതാണ് ക്ലാസിക്കൽ വർക്കുകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ക്ലാസിക്കൽ വർക്കുകളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം, അതിനോടുള്ള അഫെക്ഷൻ ഒരു കൂട്ടം ലിറ്ററേച്ചേഴ്സിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ നിർബന്ധിതരാക്കി ഈ രീതിയിൽ തന്നെ പോയാൽ മതി. ക്ലാസിക്കൽ വർക്കുകളിൽ നിന്ന് വലിയൊരു വ്യതിചലനം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ എഴുതി പോകുന്ന രീതിയാണ് പൊതുവെ നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ പീരീഡിൻ്റെ തന്നെ ഒരു ആവർത്തനം. അവർ ചെയ്തു വെച്ച അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു പടി പോലും അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ അതേ രീതിയിൽ തന്നെ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി. ഇതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുതുമ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്നില്ല. ആവർത്തന വിരസതയാണ്. കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അതിൻ്റെ തന്നെ ഒരു റീപ്രൊഡക്ഷൻ. അപ്പോൾ പുതിയതായിട്ടൊന്നും തന്നെ ലിറ്ററേച്ചറിന് സംഭാവന ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നിയോ ക്ലാസിക്കൽ പീരീഡിന് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. നമുക്കറിയാം ലോകപ്രശസ്തമായിട്ടുള്ള നോവലുകൾ, അതിൻ്റെയൊക്കെ പുറകിൽ ഇപ്പോൾ റൗളിങ്സിൻ്റെ നോവൽ ഹാരി പോട്ടർ കംപ്ലീറ്റ് ഇമാജിനേഷനാണ്. എവിടെയാണ് ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പ്രാധാന്യമുള്ളത്? അല്ലെങ്കിൽ വേണ്ട, സ്പൈഡർമാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതൊരു സൂപ്പർ ഹീറോസിനെ എടുത്താലും അതൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇമാജിനേഷനിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇമാജിനേഷന് സാഹിത്യത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന്, നിയോ ക്ലാസിക്കൽ പീരീഡിൽ നിന്ന് പ്രകൃതിയും പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇമാജിനേഷനും കൂടി അല്പം ആഡ് ചെയ്തുകൊണ്ട് പുതിയ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കാനുള്ള ഒരു സംവിധാനം, ആ ഒരു ഷിഫ്റ്റിനെയാണ് നിയോ ക്ലാസിക്കൽ പീരീഡ് ടു റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയും. 1798 ലിറിക്കൽ ബെല്ലാഡ്സ് എന്ന പുസ്തകം സാമുവൽ ടൈലർ കോൾറിഡ്ജും വില്യം വേർഡ്സ്വർത്തും, ഒരുപക്ഷെ ഫാദർ ഓഫ് റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്താണ്. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി കമ്പൈനായിട്ട് എഴുതിയ പുസ്തകമാണ് ഇത്തരത്തിലൊരു ഷിഫ്റ്റിന് കാരണമായി. അപ്പോൾ നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം ഇതാണ്. എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ഷിഫ്റ്റ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്? ദി ഏജ് ഓഫ് വേർഡ്സ്വർത്ത്, ദ റൊമാൻറ്റിക് റിവൈവൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ വേർഡ്സ്വർത്തിനെ അല്ല പരിചയപ്പെടുന്നത്. ആദ്യം പരിചയപ്പെടേണ്ട രണ്ട് പേരുണ്ട്. ഒന്ന് ബ്ലെയ്ക്കാണ്, മറ്റൊന്ന് ബേൺസാണ്. ഇവർ രണ്ടുപേരെയും പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ വില്യം വേർഡ്സ്വർത്തിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ചരിത്രത്തിൽ നിന്ന് മാറിക്കൊണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടുള്ള വ്യതിചലനമല്ല, സാഹിത്യ കൃതികളുടെ ആയാലും അല്ലെങ്കിൽ സാഹിത്യ ഭാഷയുടെ തന്നെ ഒരു ചരിത്രമാണ് നമ്മളിനി ഇവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടും ചരിത്രം തന്നെയാണ്,
പക്ഷെ ഇവിടെ യുദ്ധങ്ങളോ അതുപോലെ തന്നെയുള്ള റിവോൾട്ടുകളോ ഒന്നും തന്നെ ഇല്ല. പൂർണ്ണമായിട്ടും സാഹിത്യത്തിന് എന്ത് മാറ്റം സംഭവിച്ചു, സാഹിത്യത്തിലുണ്ടായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ എന്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാലഘട്ടം മറ്റൊരു കാലഘട്ടത്തിലേക്ക് വഴിമാറുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. The forces of classicism and romanticism contended for supremacy in the arena of literature and art. രണ്ടും തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കുകയാണ്. ക്ലാസിക്കൽ വർക്കുകൾ വേണോ, ക്ലാസിസിസം വേണോ, അതല്ലെങ്കിൽ റൊമാൻറ്റിസിസം വേണോ? ഏതാണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിനെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. At length, the romantic movement gained ground and was brought to fruition during the age of Wordsworth. ഈ ഫൈറ്റിൽ അവസാനം വിജയിച്ചു എന്ന് പറയാവുന്നത് ശരിക്കും റൊമാൻറ്റിക് പീരീഡ് തന്നെയാണ്, അല്ലെങ്കിൽ റൊമാൻറ്റിസിസമാണ്. പ്രത്യേകിച്ചും വില്യം വേർഡ്സ്വർത്ത് കടന്നു വരുന്നതോടുകൂടി റൊമാൻറ്റിസിസത്തിന് വളരെ വലിയൊരു സ്വീകാര്യത ഇംഗ്ലണ്ടിൽ കിട്ടാൻ തുടങ്ങി. പിന്നീട് ഇംഗ്ലണ്ടിലെ ലിറ്റററി വർക്കുകൾ മുഴുവൻ ഈ ഒരു റൊമാൻറ്റിക് പീരീഡിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. The last quarter of the 18th century witnessed a sort of revolt against the Augustean or classical school of poetry. റിവോൾട്ട് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നല്ലെങ്കിൽ കലാപം എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ അതല്ലാട്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ആശയപരമായിട്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. അഗസ്റ്റൻസിൻ്റെ കീഴിലുള്ള ക്ലാസിക്കൽ വർക്കുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ വില്യം വേർഡ്സ്വർത്തിൻ്റെ പിന്നാലെ റൊമാൻറ്റിസിസത്തിന്, റൊമാൻറ്റിക് എന്ന് പറയുന്ന കാൽപ്പനികത എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രണ്ടാശയങ്ങളും തികച്ചും കോൺട്രാഡിക്റ്ററി ആണ്, രണ്ടും വൈരുദ്ധ്യമായിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഫൈറ്റിനെയാണ് ഇവിടെ റിവോൾട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈവൻ ബിഫോർ വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്, many poets like Blake and Burns wrote in the romantic strain and prepared the path for the romantic revival. റൊമാൻറ്റിസിസത്തിൻ്റെ കടന്നുവരവിന് വേർഡ്സ്വർത്തിൽ നിന്നാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോഴും വേർഡ്സ്വർത്തിനേക്കാൾ മുൻപ് ഇതേ രീതിയിൽ കവിതകൾ എഴുതിയിരുന്ന വ്യക്തികളാണ് ബ്ലേക്കും ബേൺസൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് വില്യം വേർഡ്സ്വർത്ത് ശ്രദ്ധിക്കപ്പെട്ടത്? വില്യം വേർഡ്സ്വർത്തിൻ്റെ ഈ ലിറിക്കൽ ബallades എന്ന് പറയുന്ന പുസ്തകം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് റൊമാൻറ്റിസിസം, എങ്ങനെയാണ് റൊമാൻറ്റിക് പോയട്രി കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. ഇതിൻ്റെ നിയമസംഹിതകളാണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്ത ആ പുസ്തകത്തിലുള്ളത്. കോൾറിഡ്ജും അദ്ദേഹത്തിന് സഹായിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. വേർഡ്സ്വർത്തിന് മുൻപ് ആരും തന്നെ റൊമാൻറ്റിക് പോയട്രി കൈകാര്യം ചെയ്തിട്ടില്ല എന്നൊന്നുമില്ല. ബേൺസും ബ്ലേക്കൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ബേൺസ് പോയംസ് 1786 ആൻഡ് ബ്ലെയിങ്സ് സോങ്സ് ഓഫ് ഇന്നസെൻസ് in 1787 were the harbingers of the romantic movement. The new romanticism was antipodal to the Augustean tradition. അപ്പോൾ ഈ ബ്ലേക്കിൻ്റെ സോങ്സ് ആയാലും, സോങ്സ് ഓഫ് ഇന്നസെൻസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്, അതുപോലെ തന്നെ ബേൺസിൻ്റെ പോയംസ് ആയാലും ഒക്കെ റൊമാൻറ്റിക് പീരീഡിൻ്റെ തുടക്കം കുറിച്ചവർ തന്നെയാണ്. ഇവർ ഈ തുടക്കം കുറിച്ചത് മാത്രമല്ല ചെയ്തത്, അന്ന് നിലനിന്നിരുന്ന ക്ലാസിക്കൽ ട്രഡീഷന് ഒരു മറുപടി കൂടിയായിരുന്നു ഇവരുടെ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയും. ഇനി ബാക്കി നോക്കാം. ഇറ്റ് വാസ് ഇൻ സെൻസ് എ റിട്ടേൺ ടു നേച്ചർ മൂവ്മെൻറ്റ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ കണ്ടിരുന്നു. ഫസ്റ്റത്തെ ഫേസ്, ഡോക്ട്രിനൽ ഫേസ് ഓഫ് റൂസോ, റിട്ടേൺ ടു നേച്ചർ, ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ച ഒരു മെസ്സേജാണെന്ന് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്റ്റുകളിൽ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്.
റിട്ടേൺ ടു നേച്ചർ എന്നുള്ള കോൺസെപ്റ്റ്, പ്രകൃതിയിലേക്ക് മടങ്ങാം എന്നുള്ള ആശയം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു പക്ഷേ ഫ്രഞ്ച് റവല്യൂഷൻ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാറ്റം കടന്നു വന്നിട്ടുള്ളത്. ഇറ്റ്സ് റൂട്ട് ക്യാൻ ബി ഫൗണ്ട് ഇൻ റിനൈസൻസ് ആൻഡ് റിഫോർമേഷൻ. ദ ഫ്രഞ്ച് റവല്യൂഷൻ ഓഫ് 1789 ക്വിക്കൻഡ് ദ മൂവ്മെൻറ്റ്. റീഫോർമേഷനിലും റിനൈസൻസ് പീരീഡിലൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കാം, പക്ഷേ അതിനൊരു ഫാർ റീച്ചിങ് സ്പേസ് കിട്ടിയത് ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ കൊണ്ടാണ്. The English romanticists derived inspiration from the ideals of the revolution and the teachings of philosophers like Rousseau. ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞുള്ളൂ റൂസോനെ കുറിച്ച്. ആ റൂസോയൊക്കെ കാണിച്ചു കൊടുത്ത, വോൾട്ടയർ കാണിച്ചു തന്ന ആ ഒരു മാതൃക ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് അവർ അങ്ങനെ തന്നെ പകർത്തി എന്ന് മാത്രം. ഇവർ ഫ്രഞ്ച് ഫിലോസഫേഴ്സാണ്. റൂസോ ആയാലും വോൾട്ടയർ ആയാലും ഒക്കെ ഫ്രഞ്ച് ഫിലോസഫേഴ്സാണ്. പക്ഷെ അവർ മുന്നോട്ട് വെച്ച ആശയത്തെ റിസീവ് ചെയ്യാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് പേര് ഇംഗ്ലണ്ടിൽ തയ്യാറായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയും. ബോത്ത് ബ്ലേക്ക് ആൻഡ് ബേൺസ് ആർ എക്സാമ്പിൾ ഫോർ സേയിങ് പോയിറ്റ്സ് ആർ ബോൺ, ദേ ആർ നോട്ട് മെയ്ഡ്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാചകം പറഞ്ഞിരിക്കുകയാണ്. പോയിറ്റ്സ് ആർ ബോൺ, ദേ ആർ നോട്ട് മെയ്ഡ്. ഒരു കവി എന്ന് പറയുന്നത് അയാൾ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, അയാൾ ജനിക്കുമ്പോൾ തന്നെ കവിയായിരുന്നിരിക്കണം. കാരണം ഒരു ഇൻബോൺ ജീനിയസ് എന്നൊക്കെ പറയും. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ തന്നെ കുറേ കഴിവുകൾ ഉണ്ടായിരിക്കും. ഒന്നും പുതിയതായിട്ട് പഠിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കില്ല. അതിപ്പോൾ ഫുട്ബോൾ ആയാലും ഡ്രോയിങ് ആയാലും സിംഗിങ് ആയാലും ഈവൻ റിട്ടൺ ആയിട്ട് എന്തെങ്കിലും എഴുതാനുള്ള കഴിവാണെങ്കിൽ പോലും പലരും അവർ ജനിക്കുമ്പോൾ തന്നെ ഇൻഹറൻ്റായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കഴിവുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ ആ മേഖലയിൽ പലരും കണ്ടെത്തുന്നു, അവർ മുന്നോട്ട് പോകുന്നു. അതിന് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവരും. കാരണം ഇവർ ജനിച്ചപ്പോഴേ തന്നെ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഡിവോട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെ പറയാൻ കാരണം ഒരു ഫോർമൽ എഡ്യൂക്കേഷനോ കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനോ ലഭിക്കാത്തവർ എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ജീനിയസുകൾ പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് ഇവരുടെ കൃതികളെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദേ ആർ ബോൺ നോട്ട് മെയ്ഡ് എന്ന് പറയും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്ലേക്ക് ആയാലും ബേൺസ് ആയാലും. രണ്ടു പേർക്കും എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടില്ല, എന്നിട്ടും അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി വിശകലനം ചെയ്ത് അത് അവരുടെ പാട്ടിലൂടെ ആയാൽ പോലും അതിനെ അവതരിപ്പിക്കാനുള്ളൊരു വേദി അവർ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. They had no formal education, but they sang songs spontaneously. Spontaneously എന്ന് വെച്ചാൽ എന്താ? തുടർച്ചയായിട്ട്, തടഞ്ഞു നിർത്താൻ കഴിയാത്ത രീതിയിൽ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനൊരു ഇത് വരും. നമ്മൾ പറയില്ലേ സ്പോണ്ടേനിയസ് റിപ്ലൈ. ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, ആലോചിക്കാൻ പോലും നിൽക്കാതെ നമ്മൾ അപ്പം തന്നെ അതിന് മറുപടി കൊടുക്കുകയാണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്നാണ് റൊമാൻറ്റിക് പീരീഡിനെ കുറിച്ചിട്ട് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്നത്. ഓവർഫ്ലോ ആണ്, പവർഫുൾ ആയിട്ടുള്ള ഇമോഷനാണ്, അതും സ്പോണ്ടേനിയസ് ആണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കാനോ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടൊരു ഉത്തരം പറയാനൊന്നും സമയമില്ല, വളരെ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഇവരിങ്ങനെ കൃത്യമായിട്ട് തുടർച്ചയായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ട് സോങ്ങുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തവർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ വളരെ കൃത്യമായിട്ട് പ്രകടമായിട്ട് കാണാനായിട്ട് പറ്റിയിരുന്നു. വില്യം ബ്ലേക്ക് 1757 to 1827, വിച്ച് മീൻസ് ഏകദേശം 70 വയസ്സ് വരെ. As the son of a London hosier, studied engraving and beautified books with drawings. ഹോസിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കയ്യുറകൾ, അതുപോലെ തന്നെ കാലിലിടാനുള്ള പോലത്തെ കാലുറകൾ എന്നൊക്കെ പറയുന്ന സാധനമുണ്ടാകും. വളരെ നീളത്തിൽ നമ്മൾ ഗംബൂട്ട്സ് എന്നൊക്കെ പറയും. അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദം. ഇത്തരത്തിലുള്ള സാധനങ്ങൾ, കയ്യുറകളോ കാലുറകളോ ഒക്കെ നിർമ്മിക്കുകയോ അത് വിൽക്കുകയോ ചെയ്യുന്ന ആളെയാണ് ഹോസിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിറ്റാൽ എന്തോരം പൈസ കിട്ടും എന്നുള്ളത് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും വളരെ ചുരുങ്ങിയ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് വളർന്നു വന്ന വ്യക്തിയാണ് ഈ പറയുന്ന വില്യം ബ്ലെയ്ക്ക്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പോയിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹം ചെയ്തിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചിരുന്ന ഏക കാര്യം, പലരും എഴുതുന്ന പുസ്തകങ്ങളുണ്ടായിരിക്കും. ഇന്നിപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് പ്രിൻറ്റിംഗ് ഒന്നും അത്ര ഡെവലപ്പ് ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകളാണ് അവൈലബിൾ ആവുക. ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ഫ്രണ്ട് പേജും അതുപോലെ തന്നെ ബാക്ക് പേജ്, ഉള്ളിൽ വല്ല ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്ന വ്യക്തിയാണ് വില്യം ബ്ലെയ്ക്ക്. പുസ്തകത്തിനെ ബ്യൂട്ടിഫൈ ചെയ്യുക, മാക്സിമം ഭംഗിയുള്ളതാക്കി തീർക്കുക. ഇതാണ് അദ്ദേഹം ആകെ കൂടി പഠിച്ചിട്ടുള്ള കാര്യം. ഹിസ് ചീഫ് പൊളിറ്റിക്കൽ പീസസ് സോങ് ഓഫ് ഇന്നസെൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോങ് ഓഫ് ഇന്നസെൻസ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പോപ്പുലറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം. ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. ആദ്യത്തേത് ഇന്നസെൻസ്, നമുക്ക് വേണ്ട ഒരു നൈർമല്യം അല്ലെങ്കിൽ ഭാവശുദ്ധി എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തേതിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് ആ എക്സ്പീരിയൻസിനെ അദ്ദേഹം ഷെയർ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആർ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ഈച്ച് അതേഴ്സ്. ഹിസ് പ്രിൻസിപ്പൽ പ്രോസ് വർക്ക് മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ. നോക്കുക, എത്ര വളരെ വലിയൊരു വിരോധാഭാസമാണ് അദ്ദേഹം പറയുന്നത്. മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, സ്വർഗവും നരകവും തമ്മിലുള്ള വിവാഹം, അദ്ദേഹത്തിൻ്റെ പ്രോസ് വർക്കിൻ്റെ പേരാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനൊരു പേരിട്ടിരിക്കുന്നത്? അദ്ദേഹം അന്ന് നിലനിന്നിരുന്ന എല്ലാ ബിബ്ലിക്കൽ ടീച്ചിങ്സിനെയും എതിർത്തിരുന്ന വ്യക്തിയാണ്. സ്വർഗം, നരകം, ശിക്ഷാവിധി, ജീസസ് ക്രൈസ്റ്റ് വീണ്ടും വരും എന്നൊക്കെയുള്ള വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്താഗതികൾക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ് വില്യം ബ്ലെയ്ക്ക്. അദ്ദേഹത്തിന് അതിലൊന്നിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ ജീവിതമല്ല ശരിയായത്, ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടായിരിക്കും, അവിടെയാണ് നമ്മൾ നന്മകൾ ചെയ്ത് ജീവിക്കേണ്ടതിൻ്റെ ഫലം ലഭിക്കാൻ പോകുന്നതെന്നൊന്നും അദ്ദേഹം ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രോസ് വർക്കിന് ഒരു ഹെഡിങ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. Blake takes up revolutionary position, example in his denial of the Christian principle of eternal punishment. ഡിനൈൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷേധിക്കുക. അദ്ദേഹം പറയാണ്, ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്ന പോലെ ഇനിയൊരു ലോകജീവിതമൊന്നുമില്ല, ഇഹലോകം എന്ന് പറയുന്ന വിശ്വാസമില്ല. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും പാപങ്ങൾ വായിക്കുന്നു, അതിന് എത്ര ശിക്ഷ വേണം തീരുമാനിക്കുന്നു. കുറവ് തെറ്റ് ചെയ്തവർ സ്വർഗത്തിലേക്കും ഒരുപാട് തെറ്റ് ചെയ്തവർ നരകത്തിലേക്കും പോകുന്നു. ഇതിലൊന്നിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. ആൻഡ് ഡിനൈൽ ഓഫ് അതോറിറ്റി. Beside his many lyrical pieces, there is a fragmentary, the everlasting gospel, in which appears his very unorthodox interpretation of the Bible. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് വളരെ അപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചത്, ദി എവർലാസ്റ്റിംഗ് ഗോസ്പൽ. അതിൽ അദ്ദേഹം പറയുന്നു, ബൈബിള് മറ്റുള്ളവർ ഇൻ്റർപ്രറ്റ് ചെയ്ത രീതിയിലല്ല, അദ്ദേഹം പുതിയൊരു ഇൻ്റർപ്രട്ടേഷൻ ബൈബിളിന് കൊടുക്കുകയാണ്. അതിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ പോപ്പുലാരിറ്റിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സ്വീകാര്യതയും വളരെ പെട്ടെന്ന് കുറയാനായിട്ടത് ഒരു കാരണമായി തീർന്നു. റോബർട്ട് ബേൺസ്. നമ്മൾ വില്യം ബ്ലെയ്ക്കിനെ കുറിച്ച് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ, പോയറ്റിക്കൽ 2 വർക്കുകൾ, അതിനുശേഷം പ്രോസ് വർക്കുകൾ. അദ്ദേഹം ബൈബിളിനെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കുറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ
അദ്ദേഹം ബൈബിളിനെതിരെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു പെക്യൂലിയർ ഫീച്ചർ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വ്യക്തി ഇത്രയും വലിയ വിപ്ലവാത്മകമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻബോൺ സ്കില്ലിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം ജനിച്ചപ്പോഴേ കവിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. വളരെ പ്രശ്നബാധിതമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തു പോയ വ്യക്തിയാണ്. പൊളിറ്റിക്കലായിട്ട് വളരെയധികം ചിന്തിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന പുസ്തകം അദ്ദേഹം ഇറക്കിയത്. നമ്മളുടെ രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യ ഭരണ സംവിധാനത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് വിശകലനം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ സ്കിൽഫുള്ളായിട്ടുള്ള അടുത്ത പേഴ്സണാണ് റോബർട്ട് ബേൺസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ലോകത്തിന് വലിയ വലിയ മെസ്സേജുകൾ നൽകാൻ ശ്രമിച്ച വ്യക്തിയാണ്. റോബർട്ട് ബേൺസ് 1759 to 96. അപ്പോൾ നോക്കുക, 37 വയസ്സ് അല്ലെങ്കിൽ 38 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചുള്ളൂ. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ലിറ്ററേച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പോയി. ദ ബേർഡ് ഓഫ് സ്കോട്ട്ലൻഡ്, ഗായക കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലല്ലായിരുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തെറ്റ് എന്നാണ് അർത്ഥം. പക്ഷെ അദ്ദേഹം ജനിച്ചത് സ്കോട്ട്ലൻഡിലായത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ലല്ലോ. എങ്കിലും അദ്ദേഹത്തിനൊരു പരിധി വരെ സ്വീകാര്യത കുറയാനുണ്ടായ കാരണം അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായതുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കൃതികൾ ശ്രദ്ധിച്ചേയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വില്യം ബ്ലെയ്ക്കിനേക്കാൾ താഴെ നിൽക്കുന്നത് ബേൺസ് ആയതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഇംഗ്ലീഷ് തന്നെയാണ് എഴുതുന്നത്, പക്ഷേ ഒരു സ്കോട്ടിഷ് ഡയലക്റ്റിലാണ് അദ്ദേഹം എഴുതുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ്. 2 കൺട്രീസ് എന്നൊക്കെ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കനേഡിയൻ ആക്സെൻറ്റ് സംസാരിക്കാൻ വേണ്ടി മാത്രം സുരാജ് കാണിക്കുന്ന ചില ഒരു തമാശ രൂപേണയാണെങ്കിൽ പോലും ആ ആക്സെൻറ്റിനൊരു മാറ്റമുണ്ട് എന്നുള്ളത് വളരെ ക്ലിയറാണ്. സാധാരണക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിലല്ല കാനഡയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ IELTS എന്നൊക്കെ പരീക്ഷകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓസ്ട്രേലിയയിൽ പോകാൻ, കാനഡയിൽ പോകാൻ, സ്കോട്ട്ലൻഡിൽ പോകാനൊക്കെ ഈ IES പരീക്ഷ പാസ്സാവണം. ഈ IELTSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആക്സെൻ്റാണ്. നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് അവിടുത്തെ ഭാഷയുമായിട്ട് താതാമ്യം പ്രാപിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് റോബർട്ട് ബേൺസും ഫേസ് ചെയ്തിരുന്നത്. അദ്ദേഹം എഴുതുന്നത് സ്കോട്ടിഷ് ഡയലക്റ്റിലാണ്. അത് ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവണമെങ്കിൽ അതിനൊരു തർജ്ജമയുടെ ആവശ്യമുണ്ട്. ഈ തർജ്ജമയില്ലാണ്ട് ഡയറക്റ്റായിട്ട് ഈ പുസ്തകം കൊണ്ടു കൊടുത്താൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷൊക്കെ തന്നെയാണ്, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥം ഇവിടെ ഇവർക്ക് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും മലയാളം കവിതകൾ പഴയ കാലഘട്ടത്തിൽ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ തുടങ്ങി ഇങ്ങോട്ട് തന്നെ കടന്നു വരുന്നോറും പെട്ടെന്നൊന്നും വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. മലയാളമല്ലേ എന്താ മനസ്സിലാവാത്ത എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല. മലയാളം തന്നെയാണ്, പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരികയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. വാസ് ദി സൺ ഓഫ് എ കോട്ടർ, എ സ്മോൾ ഫാർമർ. കോട്ടർ മീൻസ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്മോൾ ഫാർമർ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ മാത്രം കൈവശമുള്ള, അതിൽ മാത്രം കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് കോട്ടർ എന്ന് പറയും. ഹിസ് ടോട്ടൽ എഡ്യൂക്കേഷൻ വാസ് വാട്ട് ഹിസ് ഫാദർ ഗേവ് ഹിം അറ്റ് ഹോം. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാർമറായിട്ടുള്ള അച്ഛൻ വീട്ടിൽ എന്ത് പറഞ്ഞു കൊടുത്തോ അതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഒരു സാധാരണ കൃഷിക്കാരൻ, അതും വളരെ ചെറിയ രീതിയിൽ കൃഷിപ്പണി ചെയ്യുന്നൊരു വ്യക്തി, അയാൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് അറിവുണ്ടായിരിക്കും? അയാൾക്ക് ആകെ കൂടി അറിയാം ഏത് സമയത്ത് കൃഷി നടത്തണം, എവിടെ വിത്ത് വിതയ്ക്കണം, എന്തൊക്കെ തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കണം, എപ്പോൾ അത് കൊയ്തെടുക്കണം,
ഇതല്ലാതെ അദ്ദേഹത്തിന് എന്ത് വിദ്യാഭ്യാസമാണ് മകന് ഓഫർ ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിലനിന്നുകൊണ്ട് തന്നെ അദ്ദേഹം നേടിയെടുത്ത വളരെ കുറച്ചെങ്കിൽ വളരെ കുറച്ച് ആ ഒരു വിദ്യാഭ്യാസം ആണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പോൾ റോബർട്ട് ബേൺസിൻ്റെ മറ്റ് പ്രത്യേകതകളിലേക്കാണ് പോകുന്നത്. There are hundreds of songs mainly in the Scottish dialect of the English language contributed by Burns to anthologies edited and published by others. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് വളരെ കൃത്യമായിട്ട് മറ്റു പലരും ചൂഷണം ചെയ്തിരിക്കുകയാണ്. എഡിറ്റ് ചെയ്യാനോ അതിന് കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഡയലക്റ്റിലേക്ക് മാറ്റാനോ, അദ്ദേഹം എഴുതുന്ന സ്കോട്ടിഷ് രീതിയിലുള്ള ഇംഗ്ലീഷിൽ നിന്നും മാറ്റി ഇംഗ്ലണ്ടിൽ സ്വതവേ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഡയലക്റ്റിലേക്ക് അത് മാറ്റി എഡിറ്റ് ചെയ്ത് അതിനെ പബ്ലിഷ് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ പാട്ടുകളെ പുസ്തക രൂപേണ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങൊക്കെ നടത്തി അതിനെ പബ്ലിഷ് ചെയ്തിരുന്നത് മറ്റു പലരുമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവില്ലായ്മയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തിയിരുന്ന കുറേ ആൾക്കാർ. അവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരവരുടെ കൃതി എന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകം എന്ന രീതിയിലാണ് പുറത്തിറക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചതും ഇതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്തതും റോബർട്ട് ബേൺസ് ആണെന്നുള്ള കാര്യം അവിടെ പലരും വിസ്മരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു പോപ്പുലാരിറ്റി പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. This naturally gifted poet died in poverty at his 37th year. 37ാമത്തെ വയസ്സിൽ അദ്ദേഹം പട്ടിണി മൂലം മരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അദ്ദേഹം ചെയ്തു വെച്ച വർക്ക് പോലും അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ട് അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു വലിയ ഇൻകം അവിടെ ലഭിക്കാതെ പോയി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞ ദാരിദ്ര്യം അനുഭവിച്ച് അല്ലെങ്കിൽ വിശപ്പ് സഹിച്ച് മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം സ്കോട്ട്ലൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവിനെ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയറാണ്. The new romantic poetry differed from the old in many respects. It emanated from ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇറ്റ് എമനേറ്റഡ് ഫ്രം ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ വൈൽ ദ ക്ലാസിക്കൽ പോയിട്രി ടുക്ക് ഇറ്റ്സ് ഒറിജിൻ മെയിൻലി ഫ്രം ഇൻ്റലിജൻസ്. വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഈ പറയപ്പെടുന്ന അന്ന് വരെയുള്ള ക്ലാസിക്കൽ വർക്കുകളിൽ നിന്നും വളരെ വലിയൊരു ചേഞ്ച് ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇമോഷൻസിനും ഇമാജിനേഷനും. ഇമോഷൻ എന്താ? നമ്മളിൽ പലർക്കും പലപ്പോഴും സംഭവിക്കുന്നതാണ് ഇമോഷൻ. നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള വികാരങ്ങൾ അത് നമ്മൾ പല രീതിയിലും പലരോടും പ്രകടിപ്പിക്കും. അപ്പോൾ ഈ ഇമോഷൻസിനെയും അതുപോലെ തന്നെ നമ്മളുടെ ഇമാജിനേഷൻ എന്താ? സാങ്കല്പികത. സങ്കല്പിക്കാനും ഒന്നിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവാണ് ഇമാജിനേഷൻ. ഒരു പക്ഷേ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ഇതേ ഇമാജിനേഷൻ പവർ തന്നെയാണ്. പല കാരണങ്ങൾ പറയും. മനുഷ്യന് ചിരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നതെന്ന് പറയും. തെറ്റാണ്. എത്ര മനുഷ്യന്മാർ ചിരിക്കും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമല്ല. രണ്ടാമത്തേത്, ബുദ്ധിയുള്ളത് കൊണ്ടാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുള്ളതെന്ന് പറയും. എവിടെ എത്ര മനുഷ്യന്മാർക്ക് ബുദ്ധിയുണ്ട്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി മനുഷ്യനും മൃഗങ്ങളും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇല്ലാത്ത ഒന്നിനെ സങ്കല്പിച്ചുണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഒരു പരിധിവരെ ഈ വിഷയത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ഇത്തരത്തിലുള്ള നമ്മളുടെ സാങ്കല്പികതകളാണ്, സങ്കല്പ സൃഷ്ടികളാണ് പലയിടത്തെയും പ്രശ്നങ്ങൾക്ക് കാരണം. ഹിസ്റ്ററിയുടെ ഭാഗമല്ല, ആദ്യമേ തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഇമാജിനേഷനും ഇമോഷൻസിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൃതികൾ
ഇംഗ്ലണ്ടിൽ സംഭവിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉണ്ടാവാനായിട്ട് കാരണമായ വ്യക്തിയാണ് ഈ പറയുന്ന ബ്ലെയ്ക്കും റോബർട്ട് ബേൺസും. അവരിൽ നിന്ന് തുടങ്ങിയ ആ ഒരു കാലഘട്ടം വില്യം വേർഡ്സ്വർത്ത് അതിനൊരു ഫോർമാറ്റിലേക്കാക്കി, ഒരു പുസ്തകമാക്കി, ചില നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഉള്ളിലോട്ട് കൊണ്ടുവന്നു. അപ്പോഴാണ് കൃത്യമായിട്ട് അത് സമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിയതും പുതിയൊരു പീരീഡ്, റൊമാൻറ്റിക് ഏജ് എന്ന പേരിൽ അത് പുതിയതായിട്ട് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഡ്രിഫ്റ്റ് സംഭവിച്ചതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഇവരറിയപ്പെടാതെ പോയതിൻ്റെ, അല്ലെങ്കിൽ ഇവരുടെ കാലഘട്ടത്തിൽ റൊമാൻറ്റിക് പീരീഡ് ശ്രദ്ധിക്കപ്പെടാതെ പോയതിൻ്റെ കാരണം ഇവരുടെ വർക്കിൽ മാത്രമേ ആ ഒരു റൊമാൻറ്റിക് എലമെൻ്റ് ഉള്ളൂ. അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. The Romantics were aglow with the love of beauty and they gave great importance to nature, whereas classical poetry was wanting in warmth and limited in scope. വളരെ വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ക്ലാസിക്കൽ പോയട്രിയുടെ ഒരു പ്രശ്നമാണ്, അവർക്ക് വളരെ തീക്ഷ്ണമായിട്ടുള്ള, വളരെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുന്നൊരു രീതി. അതുപോലെ തന്നെ വലിയ സാധ്യതകളെ കുറിച്ചൊന്നും അവർ പഠനം നടത്തില്ല. ഇത്ര വരെ മതി, ഇതിൻ്റെ മുകളിലേക്ക് പോകണ്ട, ഇങ്ങനെയുള്ള ചില ചിന്താഗതികൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോപ്പിനപ്പുറത്തേക്ക് കടക്കാനായിട്ട്, അല്പം കൂടി വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള താല്പര്യവും നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതുമാണ് റൊമാൻറ്റിക് പീരീഡ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം. അതുവരെ നേച്ചറിലൊന്നുമില്ല. നിങ്ങൾ ഈ പുതിയ റൊമാൻറ്റിക് പീരീഡിലെ പോയംസ് ശ്രദ്ധിച്ചാൽ കാണാം. ഗ്രീഷ്യൻ ഏൺ അല്ലെങ്കിൽ മൊസ്കിറ്റോ പോലെയുള്ള ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം. മൊസ്കിറ്റോ നമ്മളെല്ലാവരും കാണുന്നതാണ്, കൊതുകിനെ. പക്ഷേ D.H. ലോറൻസ് കൊതുകിനെ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന് കവിതയായിട്ട് മാറി. കൊതുകിന് വളരെ വലിയ പ്രത്യേകതകളുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെയാണ് ആ ഇമാജിനേഷനെയും നേച്ചറിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കാൽപ്പനികത എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പുതിയ രീതി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ തന്നെ ലിമിറ്റഡ് സ്കോപ്പിൽ നിന്ന് മാറിക്കൊണ്ട് വൈഡായിട്ടുള്ളൊരു ആംഗിൾ അവിടെ തുറന്നിട്ട് കൊടുക്കണം. ഇതാണ് ശരിക്കും റൊമാൻറ്റിക് പീരീഡിൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ച മാറ്റം. ദി റൊമാൻറ്റിക് പോയിറ്റ്സ് നെവർ ഒബ്സർവ് ഓൾഡ് റൂൾസ് ഓഫ് കോമ്പോസിഷൻ. ഒരു കവിത ക്രിയേറ്റ് ചെയ്യുന്നതിന് ലിഖിതമായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അതുമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ റൊമാൻറ്റിക് പീരീഡിലെ പോയിറ്റ്സ് തയ്യാറായില്ല. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ഇങ്ങനെ എഴുതണം, അങ്ങനെ എഴുതണം എന്ന് പറയുന്നതിനോട് യാതൊരു താല്പര്യമില്ല. അതൊക്കെ കവിയുടെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെ കവിത എഴുതണം, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതിലേതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം, ഇത് തീരുമാനിക്കേണ്ടത് കവിയാണ്. അല്ലാതെ നേരത്തെ അതിന് ലിഖിത നിയമങ്ങൾ എഴുതി തയ്യാറാക്കി ആ രീതി മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് റൊമാൻറ്റിക് പീരീഡിൽ ഇത്തരത്തിലൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. They discarded the heroic couplet and poetic diction, followed the dictates of their own creative genius. അപ്പോൾ ഇവിടെ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിൽക്കുന്ന സമ്പ്രദായത്തിൽ നിന്നും മാറിക്കൊണ്ട് പുതിയൊരു സാധ്യതയെക്കുറിച്ചിട്ട് അവരൊരു പഠനം നടത്തുകയാണ്. എങ്ങനെ ഈ പറയുന്ന കവിത എഴുതുന്നതിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ കപ്ലെറ്റ്സ് മീൻസ് നിങ്ങൾക്ക് പ്രാസം എന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രാസത്തിന് ഒപ്പിച്ചുകൊണ്ട് കവിത എഴുതുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി പുതിയൊരു രീതി അവലംബിക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പോയറ്റിക്കായിട്ടുള്ള പുതിയ രീതികളൊക്കെ ഇവർ അവലംബിക്കുന്നത്. ഇംഗ്ലീഷ് പോയട്രി then recovered its naturalness and its delight in simple
എവ്രി ഡേ തിങ്സ്. അപ്പോൾ റൊമാൻറ്റിക് പീരീഡ് കടന്നു വന്നതോടുകൂടി ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് അവരുടെ ഒരു സ്വാഭാവികത, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അത് തന്നെ അവർക്ക് തിരിച്ചു കിട്ടാനായിട്ട് ഇത് കാരണമായി. അതുവരെ അവർ പഴയ ആൾക്കാർ ചെയ്തിരുന്നതിൻ്റെ ഒരു ഫോളോ അപ്പ്, അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാനോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനോ തയ്യാറാകാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ രീതിയിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു നമ്മളുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതാനും അതിനെ ഉൾപ്പെടുത്താനും തയ്യാറായപ്പോൾ അത് വലിയൊരു മാറ്റത്തിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കാരണമായി. The Romanticists of the early 19th century revolted against the formality of Neoclassical school. അപ്പോൾ ഇതിനു മുൻപ് നിലനിന്നിരുന്ന നിയോ ക്ലാസിക്കൽ സ്കൂളുകളിൽ, അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറാനും അവരുമായിട്ട് അതിൻ്റെ പേരിൽ നിരന്തരം തർക്കത്തിലേർപ്പെട്ടുകൊണ്ട് ആ ഒരു രീതിയെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് റൊമാൻറ്റിക് പീരീഡിൽ ഈ കവികളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. ദി പീരീഡ് ഓഫ് റൊമാൻറ്റിക് റിവൈവൽ ഈസ് ഓൺലി സെക്കൻഡ് ഇൻ ഇമ്പോർട്ടൻസ് ടു ദി ഏജ് ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിൻ്റെ ആ ഒരു കാലഘട്ടം, എലിസബത്തിയൻ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൃതികൾ ഉണ്ടായിട്ടുള്ള, ഏറ്റവും നല്ല കൃതികൾ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടമായിട്ടാണ് റൊമാൻറ്റിക് പീരീഡിനെ കണക്കാക്കുന്നത്. ഫസ്റ്റ് എപ്പോഴും എലിസബത്തിയൻ പീരീഡ് തന്നെയാണ്, ഷേക്സ്പിയറിൻ്റെ കാലഘട്ടം തന്നെയാണ്. അത് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഒരു പൊസിഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന റൊമാൻറ്റിക് പീരീഡിനാണ്. മെനി പോയിറ്റ്സ് ലൈക്ക് വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, സ്കോട്ട്, ബേൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ് combined to make England once again a nest of singing birds. പാടുന്ന പക്ഷികളുടെ ഒരു കൂട്. വളരെ കാവ്യാത്മകമായിട്ട്, അല്ലെങ്കിൽ വളരെ ലിറ്റററി ആയിട്ട് അതിനെ ഉപമിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അത്രയും നല്ല കവികളെ ഇംഗ്ലണ്ടിൽ സംഭാവന ചെയ്തു എന്ന് പറയാനാണ് ആ വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ പീരീഡിൽ, പ്രത്യേകിച്ച് ഈ റൊമാൻറ്റിക് പീരീഡിൽ വന്നിട്ടുള്ളവരൊക്കെ തന്നെ വളരെ മികച്ച കവികളും, ഒപ്പം തന്നെ നേച്ചറിനെ, പ്രകൃതിയെ ഉൾക്കൊള്ളിക്കാനും തങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ തീംസ് സെലക്ട് ചെയ്യാനും, ഒപ്പം ഇതുവരെ നിലനിന്നിരുന്ന കോമ്പോസിഷൻ രീതിയിൽ നിന്നും മാറി പുതിയൊരു രീതി അവലംബിക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് എ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്ന് ഈ ഒരു റൊമാൻറ്റിക് പീരീഡിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് നിലനിന്നിരുന്ന സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇംഗ്ലണ്ടിലെ ലിറ്ററേച്ചറിന് വന്ന മാറ്റങ്ങൾ, അതിന് കാരണമായ ഫ്രഞ്ച് റവല്യൂഷൻ, റീഫോർമേഷൻ, റിനൈസൻസ് തുടങ്ങിയ സംഭവ വികാസങ്ങൾ. അപ്പോൾ ആ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വില്യം ബ്ലെയ്ക്കും റോബർട്ട് ബേൺസും ഇംഗ്ലണ്ടിൻ്റെ ലിറ്റററി കരിയറിന് മാറ്റിമറിക്കുന്നതിന് കാരണക്കാരായി തീർന്നു. അതിൽ വില്യം ബ്ലെയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം അദ്ദേഹം ഇംഗ്ലീഷ് ഡയലക്റ്റിൽ തന്നെയാണ് കൃതികൾ എഴുതിയിരുന്നത്. അദ്ദേഹം കൃതികൾ എഴുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കാത്ത വ്യക്തി സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന പേരിൽ ഒരു പൊളിറ്റിക്കൽ തീമിനെ കൈകാര്യം ചെയ്യുകയും പിന്നീട് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന പേരിൽ മറ്റൊരു പുസ്തകം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രോസ് വർക്കുകളിൽ തന്നെ പ്രധാനപ്പെട്ട മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, അതുപോലെ തന്നെ ദി എവർലാസ്റ്റിംഗ് ഗോസ്പൽ, ഈ രണ്ട് പുസ്തകങ്ങളും വളരെ വലിയ വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായതാണ്. കാരണം ദി എവർലാസ്റ്റിംഗ് ഗോസ്പൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ബിബ്ലിക്കൽ തീമിനെ, അല്ലെങ്കിൽ ബൈബിളിനെ മറ്റൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് കാരണമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത പലപ്പോഴും നഷ്ടപ്പെടാനായിട്ടത് കാരണമായി. റോബർട്ട് ബേൺസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗായക കവിയാണ്, സ്കോട്ട്ലൻഡിലാണ്, അതുകൊണ്ട് തന്നെ സ്കോട്ടിഷ് ഡയലക്റ്റിലാണ് എഴുതിയിരുന്നത്. 37th ഏജിൽ അദ്ദേഹം പോവർട്ടി മൂലം മരിക്കാനായിട്ടിടയായി. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ പല കൃതികളും അദ്ദേഹത്തിൻ്റെ പേരിലല്ല, മറ്റു പലരുമാണ് പബ്ലിഷ് ചെയ്തിരുന്നത്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ഒരു ഇമ്പാക്റ്റ് ഔട്ട്കം അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ ഹൺഡ്രഡ്സ് ഓഫ് സോങ്സ് ഓഫ് ബേൺസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേറെ പുസ്തകങ്ങളായിട്ട് അതിനെ മാറ്റിയിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ പറഞ്ഞത് റൊമാൻറ്റിക് പീരീഡിനും ക്ലാസിക്കൽ പീരീഡിനും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്ലാസിക്കൽ പീരീഡിൽ വളരെ സ്ട്രിക്റ്റ് ആണ്, വാംത്ത് ആൻഡ് ലിമിറ്റഡ് സ്കോപ്പ് മാത്രമാണ് അവർ നോക്കിയിരുന്നത്. പക്ഷേ റൊമാൻറ്റിക് പീരീഡിലേക്ക് വരുമ്പോൾ ഇവിടെ സ്ട്രിക്ട്നെസ് ഇല്ല, ലിമിറ്റഡ് അല്ല. സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്കോപ്പ് അവരുടെ മുൻപിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നേച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നു, ഇമാജിനേഷന് പ്രാധാന്യം കൊടുക്കുന്നു. ബാക്ക് ടു നേച്ചർ എന്നുള്ള ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആശയത്തെ വളരെ കൃത്യമായിട്ട് ഇവർ ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് പീരീഡാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഷേക്സ്പിയറിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ചത് എന്നറിയപ്പെടുന്ന സെക്കൻഡ് പൊസിഷൻ ലഭിക്കുന്നത് ഈ ഒരു റൊമാൻറ്റിക് പീരീഡിനാണ്. ഈ പറയുന്ന വേർഡ്സ്വർത്ത് ആയാലും കോൾറിഡ്ജ് ആയാലും സ്കോട്ട് ആയാലും ഷെല്ലി ആയാലും കീറ്റ്സ് ആയാലും ഇവരൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു റൊമാൻറ്റിക് ഏജിന് എ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ റൊമാൻറ്റിക് പീരീഡിലേക്കുള്ള മാറ്റം ബ്ലെയ്ക്ക്, ബേൺസ് തുടങ്ങിയ ആൾക്കാർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വില്യം വേർഡ്സ്വർത്ത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സിൽപ്പെട്ട ആൾക്കാരാണ്. ഷെല്ലി, കീറ്റ്സ്, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ജെയിൻ ഓസ്റ്റിൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെയാണ് നമ്മളിനി അടുത്ത ക്ലാസ്സുകളിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ റൊമാൻറ്റിക് പീരീഡിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിന് സാഹചര്യം ഒരുക്കിയ വ്യക്തികളാണ് ബ്ലെയ്ക്കും ബേൺസും. അവരുടെ പിന്തുടർച്ചക്കാരായിട്ട് വന്ന വില്യം വേർഡ്സ്വർത്ത് തൊട്ട് ഉള്ള ആൾക്കാരാണ് പിന്നീട് പ്രകടമായിട്ടുള്ള മാറ്റം ഒരു റൊമാൻറ്റിക് ഏജ് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി നന്നായിട്ട് പഠിക്കുക, ഒരുങ്ങുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.